ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നവർ ഉണ്ടാകും, എന്നാലും കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കിച്ചൺ എപ്പോഴും നമുക്ക് വൃത്തിയായി വെക്കാൻ വേണ്ടി പറ്റും. പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊലിയൊക്കെ കളയുന്ന സമയത്തുണ്ടല്ലോ, ഇതുപോലുള്ള ഒരു പാത്രം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഈ പാത്രം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് വാങ്ങിയത്. ഡെലിവറി ആയ സമയത്താണ് ഇത് വാങ്ങിയത്. ഇപ്പോൾ 3 വർഷമായി ഈ പാത്രം വാങ്ങിയിട്ട്. ഈ പാത്രം നല്ല യൂസ്ഫുൾ ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്നും വൃത്തികേടാവില്ല. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് സ്റ്റവിന്റെ അടുത്ത് ഒരു പ്ലേറ്റോ ഇതുപോലെ ഒരു പാത്രമോ വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കയ്യിലുകളൊക്കെ അതിലിട്ട് വയ്ക്കാം. അപ്പോൾ സ്റ്റവ് ഒന്നും വൃത്തികേടാവില്ല. കുക്ക് ചെയ്യുന്ന ആ സമയം കൊണ്ട് പൊടികളിട്ട് വയ്ക്കുന്ന ബോട്ടിലുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മൾ എപ്പോഴും എടുക്കുന്നതാണല്ലോ ഈ ബോട്ടിലുകളൊക്കെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൊടികളൊക്കെ പറ്റിപ്പിടിക്കും. അതൊരു നനഞ്ഞ തുണി കൊണ്ട് അപ്പോൾ തന്നെ വൃത്തിയാക്കി വെക്കുക. നമ്മളുടെ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റവ് നന്നായി ക്ലീൻ ചെയ്യുക. ഞാനിവിടെ ഗ്ലാസ് ക്ലീനറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്റ്റൗവിന്റെ മുകളിൽ കറികളോ വെള്ളമോ പറ്റിപ്പിടിച്ച് അഴുക്കായിട്ടുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് വെച്ച് മാറ്റി വെക്കരുത്. കൂടെ തന്നെ അവിടുത്തെ കൗണ്ടർ ടോപ്പും നന്നായി വൃത്തിയാക്കുക. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടവല് തളിപ്പറമ്പ് മഹാലാഭമേളയ്ക്ക് പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിന്റെ MRP എന്ന് പറയുന്നത് 50 രൂപയാണ്. പക്ഷെ അതിന്റെ പകുതി വില മാത്രമേ അവിടെ കൊടുക്കണ്ടൂ. 4 പീസാണ് ഞാൻ വാങ്ങിയത്. കിച്ചണിൽ നല്ല ലുക്ക് കിട്ടാൻ ഇങ്ങനത്തെ ടവൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കിച്ചണിൽ നല്ല നീറ്റാക്കി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി വയ്ക്കുക. കുക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ഗ്യാപ്പിൽ ഈ പാത്രങ്ങൾ വൃത്തിയാക്കിയാൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും പറ്റും. അതിന്റെ കൂടെ തന്നെ കിച്ചൺ സിങ്കും വൃത്തിയാക്കി വെക്കുക. ഞാനിവിടെ ഹാൻഡ് വാഷും ബ്രഷും ഉപയോഗിച്ചിട്ടാണ് വൃത്തിയാക്കുന്നത്. ഈ കിച്ചൺ സിങ്ക് കഴുകി വൃത്തിയായതിനു ശേഷം അത് തിളക്കം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. കിച്ചൺ സിങ്കിന്റെ താഴെ തന്നെ ഞാൻ ഒരു ചവിട്ടി വിരിച്ചിടുന്നുണ്ട്. കാരണം പാത്രം കഴുകുമ്പോൾ വെള്ളം തെറിക്കുമല്ലോ. പിന്നീട് നമ്മൾ നടന്ന് ആകെ വൃത്തികേടാകും. പോരാതെ വഴുക്കി വീഴാനും സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. ലാഭമേളയ്ക്ക് പോയപ്പോൾ ഞാൻ 2 ചവിട്ടി കൂടി വാങ്ങിയായിരുന്നു. 50 രൂപയാണ് വില. പിന്നെ ഞങ്ങളുടെ അടുക്കള അടിച്ച് വാരി തുടച്ച് വൃത്തിയായി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അടുക്കള വൃത്തിയായിട്ടിരിക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക.